ശ്രീ വി പി മുസ്തഫ അവൻ കലക്കാൻ പോണ കലക്ക് കണ്ടോ. ഷെറിൻ എന്ന് പറയുന്ന കുറ്റവാളിയോട് ഏതെങ്കിലും തരത്തിലുള്ള ഔദാര്യം കേരളത്തിലെ സർക്കാരോ പോലീസ് സംവിധാനമോ നടത്തിയിട്ടില്ല. സത്യമായി പറയുന്നവനായി രാജാക്കൻ. അതുകൊണ്ട് ഏതെങ്കിലും തരത്തിൽ കുറ്റവാളി എന്നുള്ള നിലയിൽ കുറ്റകൃത്യം നടന്ന ഘട്ടത്തിൽ അങ്ങനെ ഒരു സൗമനസ്യവും അവരോട് കാണിച്ചിട്ടില്ല എന്നുള്ളത് ഈ കേസിന്റെ നാൾവഴികൾ നോക്കുന്ന ആർക്കും മനസ്സിലാവുന്ന കാര്യമാണ്. അങ്ങനെ പറഞ്ഞു കൊടുക്കണം. സ്വാഭാവികമായിട്ടും കോടതി ശിക്ഷിച്ചതനുസരിച്ച് അവർ ജീവപര്യന്തം തടവിന് വിധേയമായി ജയിലിൽ അടക്കപ്പെട്ടു. ആദ്യം നെയ്യാറ്റിൻകരയിലെ വനിതാ ജയിലിലാണ് അടച്ചത്. എന്നിട്ട് അവിടെ അവർ എന്തോ മൊബൈൽ ഉപയോഗിച്ചതോ മറ്റോ ആയ പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ 2015 അവരെ വിയ്യൂർ സെൻട്രൽ ജയിലിലേക്ക് മാറ്റി. പിന്നീടും അവര് പ്രശ്നങ്ങൾ സൃഷ്ടിച്ചപ്പോൾ 2017 അവരെ മാറ്റിയത് കണ്ണൂരിലെ ജയിലിലേക്കാണ്. ജയിൽ എന്ന് പറയുന്നതിനെ പിന്നീട് നമ്മൾ കാണേണ്ട ഒരു നിർവചനം കൂടിയുണ്ടല്ലോ. കറക്ഷണൽ ഹോം എന്നാണ് ഈ ജയിൽ എന്ന് പറയുന്ന സങ്കല്പത്തെ കുറിച്ച് പറയുന്നത്. കുറ്റവാളികളെ മാനസാന്തരപ്പെടുത്തുക, കറക്ഷണൽ ഹോം എന്നുള്ളതാണ് ജയിലിനെ കുറിച്ചുള്ള സങ്കല്പം. അങ്ങനെയാണ്. ഈ അറിവ് എവിടുന്ന് കിട്ടി? പത്രത്തിൽ നിന്ന് അടിച്ചു മാറ്റിയതാ. കോഴിക്കോടുള്ള ഒരു ചെറുപ്പക്കാരനെ സൗദി അറേബ്യയിൽ വധശിക്ഷക്കാണ് വിധിച്ചത്. പക്ഷെ ഇപ്പോ കൊല്ലപ്പെട്ടയാളിന്റെ കുടുംബത്തിന് നഷ്ടപരിഹാരം നൽകി അയാളെ മോചിപ്പിക്കുന്നതിന് വേണ്ടി ഈ കേരളമാകെ കാരുണ്യത്തോടു കൂടി കൈകോർത്തില്ലേ? ലോകത്തെങ്ങുമുള്ള മലയാളികൾ കൈകോർത്തില്ലേ? അതിനൊന്നും ഇല്ലേ? ഇന്നിപ്പോ ഏതാണ്ട് 18 വർഷത്തോളമായി അവർ അതില് ഈ ഇപ്പൊ അനിൽ സൂചിപ്പിച്ചതുപോലെ കുറച്ചു കാലം അവർക്ക് പരോളും ഒക്കെ കിട്ടിയിട്ടുണ്ട്. എന്നാലും 14 വർഷവും 4 മാസവും അവർ പൂർണ്ണമായിട്ടും തടവിൽ തന്നെ കഴിയുന്ന സാഹചര്യവും ഉണ്ടായിട്ടുണ്ട്. ഗവൺമെന്റ് എടുത്ത ഒരു നടപടി എങ്ങനെയാണ് സാധൂകരിക്കപ്പെടുന്നത്? അതിൽ യാതൊരു തരത്തിലുമുള്ള ബാഹ്യപ്രേരണയില്ല, ഏതെങ്കിലും തരത്തിലുള്ള വഴിവിട്ട നീക്കങ്ങളില്ല. നമ്മുടെ നാട്ടിൽ നിലവിലുള്ള ചട്ടങ്ങളും നിയമങ്ങളും നടപടിക്രമങ്ങളും അനുസരിച്ചിട്ടാണ് ഈ വിഷയത്തിൽ ഗവൺമെന്റ് തീരുമാനമെടുത്തിട്ടുള്ളത്. നിലവിലുള്ള എല്ലാ ചട്ടങ്ങളും നടപടിക്രമങ്ങളും പാലിച്ചാണ് ഇവർക്ക് ഇപ്പോൾ ശിക്ഷ ഇളവ് നൽകുന്നത് എന്ന് താങ്കൾ പറഞ്ഞല്ലോ. അപ്പോൾ ജയിൽ ഉപദേശക സമിതി ഇത്തരത്തിൽ തന്നെ ശുപാർശ ചെയ്ത ജീവപര്യന്തം 14 വർഷവും അതിലേറെയും കൂടുതൽ കാലം തടവ് ശിക്ഷ അനുഭവിച്ച എല്ലാ കുറ്റവാളികൾക്കും സർക്കാർ ഇളവ് അനുവദിച്ചോ? ഇപ്പോ ചിലത് അനുവദിച്ചു, ചിലത് അനുവദിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല. ഇപ്പൊ ഇവിടെ വല്ലാത്ത തിടുക്കമുണ്ടായി. വളരെ വേഗത്തിലാണ് ഷെറിന്റെ കേസിൽ പറയുമ്പോൾ ഒറ്റ മാസം വളരെ വേഗമാണ്. കേരളത്തിലെ കാര്യത്തിൽ ഒറ്റ മാസം കൊണ്ട് ജയിൽ ഉപദേശക സമിതി ശുപാർശ കൊടുക്കുന്നു. ഒറ്റ മാസം കൊണ്ട് ഷെറിനെ മോചിപ്പിക്കാൻ സർക്കാർ തീരുമാനിക്കുന്നുണ്ടെങ്കിൽ അത് അസാധാരണമായ വേഗമാണ്. മാത്രമല്ല താങ്കൾ തന്നെ സ്വമേധയാ ചർച്ചയിൽ പറഞ്ഞത് അവർ ജയിലുകളിൽ എല്ലാം പ്രശ്നക്കാരിയായിരുന്നു, നല്ല നടപ്പിന്റെ ഒരാനുകൂല്യം അവർക്ക് ലഭിക്കില്ല എന്ന് താങ്കളുടെ വാക്കുകൾ തന്നെ ഈ ചർച്ചയിൽ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. എല്ലാ ജയിലുകളിലും അവർ പ്രശ്നക്കാരിയായിരുന്നു. അതുകൊണ്ട് ജയിൽ മാറ്റേണ്ട അത്രയും ഗുരുതരമായ തരത്തിലുള്ള പ്രശ്നങ്ങൾ അവർ ജയിൽ വാസകാലത്തും അനുഭവിച്ചിട്ടുണ്ട്, ജയിൽ വാസകാലത്തും അവരുണ്ടാക്കിയിട്ടുണ്ട്. അവരാണ് മാനസാന്തരപ്പെട്ടു എന്ന് ജയിൽ ഉപദേശക സമിതി ഇന്ന് വിശദീകരിച്ചതെന്ന് ഓർക്കണം. ജയിൽ ഉപദേശക സമിതി 14 വർഷവും അതിലേറെയും 20 വർഷവും അതിലേറെയും ജീവപര്യന്തം അനുഭവിച്ച പലരെയും മോചിപ്പിക്കാനുള്ള ശുപാർശ സംസ്ഥാന സർക്കാരിന് മുന്നിൽ നൽകിയിട്ടുണ്ട്. അത് അംഗീകരിച്ചിട്ടില്ലെന്ന് താങ്കൾ പറയുന്നു. ഷെറിൻ എന്ന ജയിലിനകത്തും നിരന്തരം പ്രശ്നക്കാരിയായിരുന്ന കുറ്റവാളിക്ക് അപേക്ഷിച്ച് 1 മാസത്തിനുള്ളിൽ ജയിൽ ഉപദേശക സമിതിയുടെ ശുപാർശ വന്ന് 1 മാസത്തിനുള്ളിൽ മന്ത്രിസഭ അനുഭാവപൂർവ്വം ഇത്തരത്തിലൊരു ആനുകൂല്യം നൽകാനുള്ള കാരണം എന്താണ്? ഞാൻ കരുതിയത് ഈ വിഷയം ചർച്ചക്കെടുക്കുന്നതുകൊണ്ട് ഷാനി ഇതിന്റെ നാൾവഴികൾ കുറച്ചുകൂടി കൃത്യമായിട്ട് സൂക്ഷ്മമായിട്ട് നോക്കിയിട്ടുണ്ടാകുമെന്നാണ്. ദൗർഭാഗ്യവശാൽ എനിക്ക് പറയേണ്ടി വരുന്നത് താങ്കൾ അങ്ങനെ നോക്കിയിട്ടില്ല എന്നാണ്. നീ ചായ അടിച്ചാ മതി, നീ എന്നെ അടിക്കാൻ നിൽക്കണ്ട. ഓക്കെ. 2024 ആഗസ്റ്റ് മാസം 8-ാം തീയതി കൂടിയ കണ്ണൂർ ജയിലിലെ ഈ ഉപദേശക സമിതി യോഗമാണ് ഇവരുടെ അപേക്ഷ പരിഗണിച്ച് ഇവർക്ക് വിമോചനം നൽകാം എന്നുള്ള ആദ്യത്തെ ശുപാർശ നൽകുന്നത്. അതൊരു മാസമല്ലല്ലോ, 6 മാസമായി ആ ഫയൽ. 1 മാസം മുമ്പ് എത്തുന്നത് ആഭ്യന്തര വകുപ്പിലേക്കാണ്. ക്യാബിനറ്റിലേക്ക് വരാൻ 30 ദിവസം അല്ലെങ്കിൽ 1 മാസം എടുത്തു. അപ്പൊ അവിടെ എവിടെയാണ് അമിത വേഗതയുള്ളത്?
ശ്രീ VPP മുസ്തഫ, അങ്ങനെയാണെങ്കിൽ അവർ ജൂണിൽ തന്നെ അപേക്ഷയുമായി ജയിൽ ഉപദേശക സമിതിയുടെ മുന്നിലെത്തിയിരുന്നു. അന്ന് 14 വർഷം പൂർത്തിയായിട്ടില്ല, ഇനിയും സമയമുണ്ട് എന്നുള്ളത് കൊണ്ട് ഇപ്പോൾ പരിഗണിക്കാൻ കഴിയില്ല എന്നാണ് അവർക്ക് നൽകിയ മറുപടി എന്ന് ജയിൽ ഉപദേശക സമിതി തന്നെ പറയുന്നുണ്ട്. മാത്രമല്ല, താങ്കൾ തന്നെ സാക്ഷ്യപ്പെടുത്തിയല്ലോ അവർ ജയിലിൽ നിരന്തരമായി നിയമലംഘകയും പ്രശ്നക്കാരിയുമാണ് എന്ന് ശ്രീ VPP മുസ്തഫയാണ് ഈ ചർച്ചയിൽ പറഞ്ഞത്. ഞാൻ പോയിട്ട് പിന്നീട് എന്തെങ്കിലും വരാം. അങ്ങനെ ജയിലിൽ പോലും മാനസാന്തരപ്പെട്ടിട്ടില്ലാതിരുന്ന ഒരു കുറ്റവാളിക്ക് ഇപ്പോൾ ഈ സർക്കാർ മറ്റ് അർഹരായ ഒരുപാട് പേരെ മാറ്റിവെച്ചുകൊണ്ട് ഇത്ര വേഗം ആനുകൂല്യം നൽകിയത് എന്തുകൊണ്ടാണ്? നിങ്ങൾ നോക്കി, ഏത് അടിസ്ഥാനത്തിലാണ്, എന്താണ് ഈ മാനദണ്ഡം? വേഗം, അതിവേഗം, ധൃതി എന്നൊക്കെ പറയുന്നതിന് വേഗം അല്ല, വേഗവും അതിവേഗവും അതിനൊപ്പം താങ്കൾ തന്നെ പറഞ്ഞ കാര്യവും ശ്രീ VPP മുസ്തഫ, ജയിലിൽ നിരന്തര പ്രശ്നക്കാരിയായിരുന്ന, നിയമം ലംഘിച്ചുകൊണ്ടിരുന്ന കുറ്റവാളി, അതിന്റെ പേരിൽ പലതവണ ജയിൽ മാറ്റേണ്ടി വന്ന ഒരു കുറ്റവാളിയെ ആദ്യത്തെ അപേക്ഷയിൽ തന്നെ ഇങ്ങനെ പരിഗണിച്ച് അവരെ ജയിലിൽ നിന്ന് മോചിപ്പിക്കാം എന്നൊരു സംസ്ഥാന സർക്കാർ തീരുമാനിക്കുന്നത് എന്ത് അടിസ്ഥാനത്തിലാണ്? ഇവൻ ശരിയല്ല. നിങ്ങള് കാണേണ്ടത്, ഇപ്പൊ ബ്രൂവറി കേസ് ചർച്ച ചെയ്തപ്പോൾ നിങ്ങൾ പറഞ്ഞു വളരെ വേഗത്തിലാണ് തീരുമാനമുണ്ടായത് എന്ന്. അതെ, ഇവിടെ കഴിഞ്ഞ 2024 ആഗസ്റ്റ് മാസത്തിൽ തുടങ്ങിയ ഒരു ഫയൽ ഈ കഴിഞ്ഞ 16-ാം തീയതി, ജനുവരി 16-ാം തീയതി ക്യാബിനറ്റ് മുമ്പാകെ എത്തുമ്പോൾ അതും അതിവേഗം. അപ്പൊ എന്താണ് അതിവേഗത്തിന്റെ മാനദണ്ഡം? എവിടെയാണ് നിങ്ങൾ ഇതിനെ നിശ്ചയിക്കുന്നത്? ചില പ്രശ്നങ്ങൾ അവരുണ്ടാക്കിയപ്പോൾ നടപടികൾ സ്വീകരിച്ചു. അതിൽ ആദ്യത്തത് വരുന്നത് UDF ഗവൺമെന്റിന്റെ കാലത്ത്. എന്നാൽ ആ UDF ഗവൺമെന്റിന്റെ കാലത്ത് 2012 ജനുവരി മുതൽ 2015 വരെ എത്ര തവണ അവർക്ക് പരോള് കൊടുത്തിട്ടുണ്ട്? ഞാൻ ചോദിച്ചതിന് മറുപടി കിട്ടിയില്ല. ശ്രീ VPP മുസ്തഫ, താങ്കളാണ് ചർച്ചയിൽ പറഞ്ഞത് അവർ ജയിലിൽ നിരന്തരമായി പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ആളായിരുന്നു, അതുകൊണ്ട് ജയിൽ മാറ്റേണ്ടി വന്നു എന്ന്. ഞാനല്ല ചർച്ചയിൽ പറഞ്ഞത്, താങ്കളാണ്. താങ്കൾ തന്നെയാണ് സാക്ഷ്യപ്പെടുത്തിയത്. താങ്കളാണ് സാക്ഷ്യപ്പെടുത്തിയത്. നീ കിടന്നങ്ങനെ ഉരുളൊന്നും വേണ്ട. ശ്രീ VPP മുസ്തഫ, 2 തവണ ജയിൽ മാറ്റാൻ മാത്രം ഗുരുതരമായ കൃത്യ പ്രശ്നങ്ങൾ ജയിലിൽ കാണിച്ച ഒരു കുറ്റവാളിക്ക് ഇത്രയും ഇളവ് കൊടുത്തത് എങ്ങനെ, ശിക്ഷ ഇളവ് ചെയ്ത് പുറത്തേക്ക് വിടുന്നത് എങ്ങനെ എന്ന് ചോദിക്കുമ്പോൾ 2015 UDF സർക്കാർ പരോള് കൊടുത്തിരുന്നു എന്നാണോ മറുപടി? അല്ല, ഞാൻ അതാ പറയണത്. നിങ്ങൾ എന്താ വെച്ചാൽ ഇപ്പൊ ഈ ചർച്ചയ്ക്ക് തന്നെ നിങ്ങൾ കൊടുത്ത തലക്കെട്ട് എന്താ? കുറ്റവാളികളോട് മാത്രമാണോ കാരുണ്യം എന്നാണ്. അതിൽ സത്യമല്ലേ? പറ. ആരാണ് കുറ്റവാളികളോട് കാരുണ്യം കാണിക്കുന്നതെന്നും ആരാണ് കുറ്റവാളികൾക്ക് നല്ല ഇമേജ് കൊടുക്കുന്നത് എന്നും ഷാനി പ്രഭാകരൻ അറിയാത്തതല്ലോ. ഈ ചോദ്യത്തിനുള്ള ഉത്തരം അതാകും എന്നാണ് താങ്കൾ കരുതുന്നെങ്കിൽ ഞാൻ പറയുന്നു, ഇതുപോലൊരു കുറ്റവാളിക്ക് വേണ്ടി, താങ്കൾ തന്നെ പറഞ്ഞതുപോലെ ഗൗരവമുള്ള ഒരു കുറ്റകൃത്യത്തിലെ കുറ്റവാളിക്ക് വേണ്ടി ഇത്തരം വാദങ്ങൾ ഉന്നയിക്കാൻ CPM നിയോഗിക്കപ്പെടുന്നത് എങ്ങനെയാണെന്ന് താങ്കൾ തന്നെ ആലോചിക്കുകയും ചെയ്യും. ശ്രീ ജ്യോതികുമാർ ചാമക്കാല, ഈ കൊലക്കേസിൽ ശിക്ഷിക്കപ്പെട്ട കുറ്റവാളിക്ക് മാനസാന്തരം വന്നു എന്ന് ജയിൽ ഉപദേശക സമിതിക്ക് ബോധ്യപ്പെടുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ അവർ ശുപാർശ ചെയ്യുന്നു. അത് വളരെ സ്വാഭാവികമായി സമയമെടുത്ത് പരിശോധിച്ച ഒരു സർക്കാർ ശിക്ഷാ ഇളവ് നൽകുന്നു. അതിലെന്താണ് തെറ്റ് എന്നാണ് ശ്രീ VPP മുസ്തഫ ഉന്നയിക്കുന്ന ചോദ്യം. ഇവൻ എന്നെ കൊണ്ട് പോകുന്ന തോന്നുന്നു. അഥവാ ഷെറിൻ എന്ന കുറ്റവാളിക്ക് എന്തെങ്കിലും പ്രത്യേക പരിഗണന കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് UDF തുടങ്ങി വെച്ചതല്ലേ എന്നാണ് ചോദ്യം. ഇവിടെ VPP മുസ്തഫ പറഞ്ഞ 2 ഭാഗങ്ങൾ തമ്മിൽ പൊരുത്തക്കേടുണ്ട്. ഓഗസ്റ്റിൽ തന്നെ അവരുടെ അപേക്ഷ പരിഗണിക്കുകയും അത് ഈ 7 മാസം കഴിഞ്ഞ് ഇപ്പോൾ അത് ക്യാബിനറ്റിലേക്ക് വന്നു എന്നാണ് താങ്കൾ അവകാശപ്പെട്ടത്. കുഴപ്പമായി തോന്നുന്നത്. താങ്കൾ തന്നെ പറഞ്ഞത് അവർ 14 വർഷവും 4 മാസവും ജയിലിൽ കിടന്നതുകൊണ്ടാണ് അവർക്ക് ഇപ്പോൾ പുറത്തു പോകാൻ കഴിയുന്നതെന്നാണ്. അപ്പോൾ 14 വർഷവും 4 മാസവും ആണെങ്കിൽ എങ്ങനെയാണ് ഓഗസ്റ്റിൽ അപേക്ഷ കൊടുക്കാൻ കഴിയുക 14 വർഷം കഴിഞ്ഞു എന്നതിന്റെ പേരിൽ? അപ്പോൾ താങ്കൾ പൊതുസമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. അയ്യോ, അതിപ്പോ പുതിയതൊന്നും അല്ലല്ലോ, ഇവന്റെ സ്ഥിരം പരിപാടി. ഇപ്പോൾ ഡിസംബറിൽ കൊടുത്തിട്ടുള്ള അപേക്ഷയാണ് പരിഗണിച്ചിട്ടുള്ളത്. ആ അപേക്ഷ പരിഗണിക്കുമ്പോൾ ജയിൽ ഉപദേശക സമിതി പറയുന്നത് ഇവർക്ക് മാനസാന്തരം ഉണ്ടായി എന്നാണ്. ഇവിടെ മാനസാന്തരം അളക്കാനുള്ള മെഷീൻ എന്തെങ്കിലും ഈ ജയിൽ ഉപദേശക സമിതിയുടെ കൈവശമുണ്ടോ? എന്ത് മാനദണ്ഡം ഉപയോഗിച്ചിട്ടാണ് അവർക്ക് മാനസാന്തരം സംഭവിച്ചു എന്ന് ഈ സമിതി പറയുന്നത്? അതിപ്പോ അങ്ങനെയൊന്നുമില്ല. പറയട നാട്ടുകാരോട്. നോക്കൂ, ഇവിടെ ഈ സംസ്ഥാനത്ത് എത്ര ആളുകൾ 25 വർഷം കഴിഞ്ഞിട്ടും ജയിലിൽ കഴിയുന്നവരായിട്ടുണ്ട്. അതിൽ എത്ര ആളുകൾ രോഗികളായിട്ടുണ്ട്. അവരെ റിലീസ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ജയിൽ ഉപദേശക സമിതി ശുപാർശ നൽകിയ കേസുകൾ എത്രണ്ണം സർക്കാരിന്റെ കൈവശം പെൻഡിംഗ് ഉണ്ട്? നിങ്ങൾക്ക് വിശദമാക്കാമോ? എന്റെ പൊന്നു വായി, എന്നെ കുഴപ്പിക്കരുത്. അവിടെയാണ് ഡിസംബർ മാസത്തിൽ കൊടുക്കുന്ന അപേക്ഷ വളരെ പെട്ടെന്ന് ക്യാബിനറ്റിൽ ഉൾപ്പെടെ പോയിക്കൊണ്ട് ഇവരെ റിലീസ് ചെയ്യാൻ തീരുമാനിക്കുന്നത്. എണീറ്റ് വരണ്ടേയിരുന്നു. എന്തിന്റെ അടിസ്ഥാനം, എന്തായിരുന്നു മാനദണ്ഡം? ഒരു സ്ത്രീ ആയതിന്റെ പേരിൽ മാത്രമാണോ? അല്ല.
അവിടെ രാഷ്ട്രീയ ഇടപെടലാണ്. കാര്യം സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? ഈ പ്രതിയെ സംബന്ധിച്ച് അവർ പലപ്പോഴും പരോളിൽ ഇറങ്ങിയപ്പോൾ പിന്നെ അദ്ദേഹം പറഞ്ഞു പോയല്ലോ, ഞങ്ങളുടെ കാലത്താണ് 2009 ഈ കേസുമായി ബന്ധപ്പെട്ട നടപടി സ്വീകരിച്ചതും അന്നത്തെ പഞ്ചായത്ത് ബസിനെ കുറിച്ചും അന്നത്തെ സർക്കാരിനെ കുറിച്ച് പറഞ്ഞു. അതെ, അന്ന് VS അച്യുതാനന്ദനായിരുന്നു ഈ സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി. ഇന്ന് പിണറായി വിജയനാണ് ഈ സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി. ആ ഒരു വ്യത്യാസം കൂടിയുണ്ട്. അത് താങ്കൾ കാണാതെ പോകരുത്, അത് താങ്കൾ ഒരിക്കലും കാണാതെ പോകരുത്. ഈ കേസിനകത്ത്, ഈ കേസിൽ ഈ പറയുന്ന ഷെറിനെ സഹായിക്കത്തക്ക രീതിയിൽ നിലപാട് സ്വീകരിക്കുന്നവർ ഈ ഇടതുമുന്നണിയിലുണ്ട്, സർക്കാരിലുണ്ട്, മന്ത്രിസഭയിലുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ ഒരു നിലപാട് എടുത്തിരിക്കുന്നത്. 100% ഞാൻ യോജിക്കുന്നു. ആ ഇടപെട്ടവരെ സംബന്ധിച്ച് വസ്തുതകൾ നമ്മുടെ മുമ്പിലുണ്ട്, പറയുന്നതിന് എനിക്ക് ഒരു മടിയുമില്ല. അതിൽ ഒന്നാം കക്ഷി ശ്രീ ഗണേഷ് കുമാർ തന്നെയാണ്. എന്താ ഉറക്കം വരുന്നു? KB ഗണേഷ് കുമാറിന്റെ ഓഫീസ് ഇടപെട്ട് തന്നെയാണ് ഇത്തരത്തിൽ അവരെ സഹായിച്ചിട്ടുള്ളത്. ഇവരെ സംബന്ധിച്ച് അവർ പത്തനാപുരം സ്വദേശിനിയാണ്. അവർക്ക് പരോൾ ലഭിച്ചിട്ട് എല്ലാ ദിവസവും സ്റ്റേഷനിൽ പോയി ഒപ്പിടണം എന്ന് പറയുമ്പോൾ എല്ലാ ദിവസവും അവരോടൊപ്പം പോകുന്നത് KB ഗണേഷ് കുമാറിന്റെ സന്തത സഹചാരിയായിട്ടുള്ള പ്രദീപാണ്. ഞാൻ ചലഞ്ച് ചെയ്യുന്നു, ഈ പ്രദീപും ഈ സ്ത്രീയും ഉൾപ്പെടെ എല്ലാ ദിവസവും പോയി ഒപ്പിട്ടതിന്റെ CCTV, പ്രദീപ് കൂടെ പോയതിന്റെ CCTV ദൃശ്യങ്ങൾ പത്തനാപുരം പോലീസ് സ്റ്റേഷനിലെ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചാൽ കിട്ടും. അല്ലെങ്കിൽ എനിക്കെതിരെ കേസെടുക്കട്ടെ ഷാനി, ഞാൻ ചലഞ്ച് ചെയ്യുക. ശ്രീ VPP മുസ്തഫ, അതൊരു വെല്ലുവിളിയാണല്ലോ. ആരോപണങ്ങൾ തെറ്റാണെങ്കിൽ കേസെടുക്കട്ടെ എന്നാണ് ശ്രീ ജ്യോതികുമാർ ചാമക്കാല ഉന്നയിക്കുന്നത്. അതൊരു ഗുരുതരമായ ആരോപണമാണ്. അല്ല, ചില സമയത്ത് നമ്മുടെ ചർച്ചകൾ എന്തുമാത്രം നിലവാരം വിട്ടു പോകുന്നു എന്നുള്ളതാണ്. ഇപ്പോ ശ്രീ ഗണേഷ് കുമാറോ അദ്ദേഹത്തിന്റെ പ്രതിനിധികളോ ഈ ചർച്ചയിലില്ല. അല്ല, ഒന്നുകിൽ എന്നെ പറഞ്ഞാൽ സംസാരിക്കാൻ അനുവദിക്കൂ, അല്ലെങ്കിൽ താങ്കൾ പറയും. സാങ്കേതികമായി 3 സെക്കൻഡിന്റെ ഗ്യാപ്പ് ഉണ്ട് ശ്രീ VPP മുസ്തഫ. താങ്കൾ മൗനത്തിലാകുന്നു, ഞാൻ തുടർന്നോളൂ എന്ന് പറയുന്നു. അത്രയാണ് ഉണ്ടായത്. ഇടപെട്ട് ചോദ്യം പോലും ചോദിച്ചിട്ടില്ല. അല്ല, ചോദ്യത്തിനൊന്നും പേടിയില്ലാന്നേ. കണ്ണീര് തുടച്ചിട്ട് കുറച്ചുകൂടി വിശ്വസിക്കാൻ തോന്നുന്നു. പത്തനാപുരത്ത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഗണേഷ് കുമാറും ജ്യോതികുമാറും തമ്മിൽ മത്സരം ഉണ്ടായിട്ടുണ്ടാകാം. പക്ഷെ അത്തരമൊരു വിഷയത്തെ വേറൊരു തലത്തിലേക്ക് കൊണ്ടുപോകുന്നത്, അങ്ങനെ ഒരു തരം വൈരനിര്യാതന ബുദ്ധിയോടുകൂടി ഒരു തെളിവുമില്ലാതെ ആരോപണം ഉന്നയിച്ചിട്ട് ഞാൻ ചാലഞ്ച് ചെയ്യുന്നു എന്ന് പറയുന്നതിൽ എന്ത് അടിസ്ഥാനമാണുള്ളത്? എന്റെ മുസ്തഫ, താങ്കൾക്ക് കാര്യങ്ങൾ അറിഞ്ഞുകൂടായിട്ടാണല്ലോ. അല്ലല്ലോ, ഇവിടെ KB ഗണേഷ് കുമാർ പിന്നെ സൽഗുണ സമ്പന്നനും അതുപോലെ ഹരിശ്ചന്ദ്രനും ഒന്നും അല്ലല്ലോ. നമ്മുടെ മുമ്പിൽ ഒരുപാട് കേസുകളുണ്ടല്ലോ. എത്ര കേസാണ് ഞാൻ താങ്കളോട് പറയേണ്ടത്? പടച്ചവനെ തീവണ്ടിക്കാണല്ലോ തല വെച്ചത്. മുസ്തഫ, നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത് ഷെറിൻ എന്ന് പറയുന്ന കൊലയാളിയെ 14 വർഷം കഴിഞ്ഞതിന്റെ പേരിൽ വിടുതൽ ചെയ്യുന്നതിന്റെ പിന്നിൽ പ്രവർത്തിച്ചവരെ കുറിച്ചാണ്, അല്ലേ? സംഗതി അത്തരത്തിൽ വന്നപ്പോ പൊതുസമൂഹത്തിൽ ചർച്ച നടക്കുന്നു, ഏതോ മന്ത്രി അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ടെന്ന്. ഞാൻ ആധികാരികമായി പറയുന്നു, അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ളത് ശ്രീ KB ഗണേഷ് കുമാറിന്റെ ഓഫീസാണെന്ന് ഞാൻ ആധികാരികമായി പറയുന്നു. എന്നെ കൊല്ലാനാണ് നിന്റെ പരിപാടി. പത്തനാപുരം പോലീസ് സ്റ്റേഷനിൽ ഈ പ്രതിയോടൊപ്പം ഈ ഗണേഷ് കുമാറിന്റെ സന്തത സഹചാരിയായ പ്രദീപ് എല്ലാ ദിവസവും അവർ പരോൾ പ്രകാരം പോയി ഒപ്പിടേണ്ട ദിവസങ്ങളിൽ എല്ലാ ദിവസവും കൂടെ പോയിട്ടുണ്ട്. ഇല്ലെങ്കിൽ പറയട്ടെ, എന്താ അധികാരത്തിന്റെ പുറത്ത് എന്താണ് അവർ തമ്മിലുള്ള ബന്ധം? എന്തിനാണ് പോയിട്ടുള്ളത്? എല്ലാ ദിവസവും പോകുന്നു. മുസ്തഫ, ഞാൻ പല കാര്യങ്ങളും ഗണേഷ് കുമാറിനെ കുറിച്ച് അപ്പോ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ നിയോജകമണ്ഡലത്തിലെ സമ്പന്നന്മാരുടെ അളിയനാണെന്ന് അദ്ദേഹം, ആ സമ്പന്നൻ മരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ സഞ്ചയന കാർഡിൽ അടിച്ചിട്ടുണ്ട്. ഈ ഗണേഷ് കുമാറിന്റെ ഭാര്യ മരിച്ച ആളുടെ സഹോദരിയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഗണേഷ് കുമാർ അളിയനാണെന്ന് പരസ്യമായി പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ആ നാട്ടിൽ അങ്ങനെ ഒരു ബന്ധത്തെ കുറിച്ച് ആർക്കും അറിയില്ല. വാസു, ഇവൻ ഞാൻ സർക്കാരിന്റെ ഭാഗമായുള്ള ഒരു മന്ത്രിയും ഇങ്ങനെ ഇക്കാര്യത്തിൽ ഇടപെട്ടിട്ടില്ല എന്ന് പറയാനുള്ള ആത്മവിശ്വാസം CPM-നുണ്ടോ? കോൺഗ്രസുകാർക്ക് ഇപ്പോ കഴിഞ്ഞ കുറെ നാളുകളായിട്ട് ഇടതുപക്ഷത്തിനെതിരെയും സർക്കാരിനെതിരെയും ആരോപണം ഉന്നയിക്കാൻ ഒരു വസ്തുതയും വേണ്ടല്ലോ, ഒരു തെളിവും വേണ്ടല്ലോ. ചുമ്മാതങ്ങ് പറയും. അങ്ങനെ താങ്കൾ ഓർമ്മിപ്പിക്കുമ്പോൾ ആ 7-8 വർഷത്തിന് മുൻപും ചില ആരോപണങ്ങൾ ഉന്നയിക്കപ്പെട്ടിരുന്നു. ഉദാഹരണത്തിന് അന്നത്തെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്കെതിരെ ലൈംഗികാരോപണ കേസ് വരെ ഉണ്ടായി. ആ കേസിൽ ഗൂഢാലോചന നടത്തിയെന്ന് ഇപ്പോൾ നിയമ നടപടി നേരിടുന്ന ആൾ കൂടിയാണ് മന്ത്രി KB ഗണേഷ് കുമാർ. മറക്കരുത്. ഇപ്പോൾ കുറെ കാലമായി UDF ഉന്നയിക്കുന്ന ആരോപണങ്ങളുടെയൊക്കെ സത്യാവസ്ഥയും സത്യസന്ധതയുമാണ് പ്രശ്നമെങ്കിൽ അതിനു മുൻപ് കേരളത്തിലെ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്ക് യശശരീരനായ ഉമ്മൻചാണ്ടിക്കെതിരെ ലൈംഗികാരോപണം ഉന്നയിക്കാൻ ഗൂഢാലോചന നടത്തി എന്ന കേസ് ഇപ്പോൾ നേരിടുന്ന വ്യക്തിയെ കുറിച്ച് കൂടിയാണ്
താങ്കൾ സംസാരിക്കുന്നത്? ശ്രീ ഉമ്മൻചാണ്ടി അദ്ദേഹത്തിന്റെ ആത്മകഥയിൽ പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ, അദ്ദേഹത്തിന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട് കുടുംബവുമായി ബന്ധപ്പെട്ട് വളരെ മോശമായ ചില കാര്യങ്ങൾ CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന സഖാവ് പിണറായി വിജയന്റെ മുന്നിൽ എത്തിച്ചപ്പോൾ പിണറായി വിജയൻ എടുത്ത നിലപാട് അത് രാഷ്ട്രീയമായിട്ട് ഉപയോഗപ്പെടുത്തില്ല. അങ്ങനെയൊക്കെയുള്ള രാഷ്ട്രീയ നിലപാടും മാന്യതയും കാത്തു സൂക്ഷിക്കാൻ കഴിയുന്ന പ്രസ്ഥാനമാണ് ഇടതുപക്ഷം. ആ ഇടതുപക്ഷത്തിന്റെ ഭാഗമായിട്ടാണ് ഗണേഷ് കുമാർ ഉള്ളത്. അതുകൊണ്ട് തന്നെയാണ് അപ്പോൾ ഉമ്മൻചാണ്ടിക്കെതിരെ ലൈംഗികാരോപണ കേസ് CBIക്ക് വിട്ടത് ഈ മാന്യതയുള്ള ഏത് പക്ഷമായിരുന്നു എന്ന ചോദ്യം കേരളത്തിന് മുന്നിൽ അങ്ങനെ നിൽക്കട്ടെ. ഇനി ഇവിടെ നിന്ന് അഴിവണ്ടാവാ, നമുക്ക് അങ്ങോട്ട് മാറിയിക്കാം. തൽക്കാലം ഇത്രയും മതി. വരട്ടെ.